അസ്സലാമു അലൈക്കും. മാനി മൗലവി തഫ്സീർ വായന ഭാഗം 16. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലമായപ്പോഴേക്ക് അതിവിദൂര പ്രദേശങ്ങളായ പല നാട്ടിലും ഇസ്ലാമിന് പ്രചാരം സിദ്ധിക്കുകയും മുസ്ലിമുകൾ പെരുകിക്കൊണ്ടിരിക്കുകയും ചെയ്തുവല്ലോ. പല പ്രദേശക്കാരും ഭാഷക്കാരുമായ ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവർക്കിടയിൽ വായനയിൽ അല്പാൽപ വ്യത്യാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായി ഹുദൈഫത്തു ബിൻ നുൽയാമൻ മനസ്സിലാക്കി. വിദൂര സ്ഥലങ്ങളിൽ പോയി യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ഒരു സഹാബിയായിരുന്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഈ നില തുടരുന്ന പക്ഷം ജൂതരും ക്രിസ്ത്യാനികളും അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഭിന്നിച്ചതുപോലെ മുസ്ലിമുകളും ഭാവിയിൽ ഭിന്നിച്ചു പോകുവാൻ ഇടയുണ്ടെന്ന് അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ധരിപ്പിച്ചു. ഉടനടി ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നുണർത്തി. അങ്ങനെ അദ്ദേഹം ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പക്കൽ നിന്ന് ആ മുസ്ഹഫ് അതിൻ്റെ പല പകർപ്പുകളും എടുക്കുവാൻ ഒരു സംഘം സഹാബികളെ ഏൽപ്പിച്ചു. ഈ സംഘത്തിൻ്റെ തലവനും സയ്യിദ് ഇബ്നു താബിത്ത് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. പകർപ്പുകൾ എടുത്ത ശേഷം മുസ്ഹഫ് ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും പകർത്തെടുത്ത കോപ്പികൾ നാടിൻ്റെ നാനാഭാഗത്തുള്ള പ്രധാന കേന്ദ്രങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പ്രസ്തുത കോപ്പികളിൽ ഒന്ന് ഈജിപ്തിലേക്കായിരുന്നു അയക്കപ്പെട്ടിരുന്നത്. ഈ കോപ്പി ഈയിടെ ഈജിപ്തിൽ കണ്ടുകിട്ടുകയുണ്ടായി. അസ്ഹർ സർവകലാശാലയിലെ പശ്ചിമ നാടുകളുടെ മൊറോക്കോ, ബർബർ മുതലായ രാജ്യങ്ങളുടെ പ്രത്യേക വിഭാഗമായ റുവാഖുൽ മഗാരിബയിലെ ഗ്രന്ഥാലയങ്ങളിൽ നടന്ന ഗവേഷണത്തെ മധ്യേയാണ് ഈ മുസ്ഹഫ് യാദൃച്ഛികമായി കണ്ടുകിട്ടിയത്. മുൻകാലത്ത് നടപ്പിലുണ്ടായിരുന്ന കൂഫ ലിപിയിൽ എഴുതപ്പെട്ടിട്ടുള്ളതും ഏകദേശം 1000 പേജ് വരുന്നതുമായ ഈ മുസ്ഹഫ് മാൻതോലിലാണത്രേ എഴുതപ്പെട്ടിരിക്കുന്നത്. 800 കൊല്ലത്തെ പഴക്കമുള്ള ഒരു ഗ്രന്ഥാലയത്തിൽ അജ്ഞാതമായി കിടന്നിരുന്ന അനേകം ചരിത്ര നിക്ഷേപങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഈ മുസ്ഹഫും. അഹ്മദ് ബിൻ സർവഖ് എന്നു പേരായ ഒരു മഹാനാണ് ഈ മുസ്ഹഫ് പ്രസ്തുത ഗ്രന്ഥാലയത്തിൽ നിക്ഷേപിച്ചത്. 500 കൊല്ലം പഴക്കം ചെന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മാലയും ഇതോടൊപ്പം കണ്ടുകിട്ടിയിരിക്കുന്നു. കൂടാതെ ഹിജ്റ 492 തങ്ക ലിപികളാൽ എഴുതപ്പെട്ട മറ്റൊരു മുസ്ഹഫും വളരെക്കാലം മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള മറ്റനേക മുസ്ഹഫുകളും പ്രധാനപ്പെട്ട പല ഗ്രന്ഥങ്ങളും ആ ഗ്രന്ഥാലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയിരിക്കുന്നു. അൽ അർഹറാം എന്ന പ്രസിദ്ധ ഈജിപ്ഷ്യൻ പത്രമാണ് ഈ വിവരം പ്രസിദ്ധപ്പെടുത്തിയത്. 1383 റബീഉൽ ആഖിർ മാസത്തിലെ 1963 സെപ്റ്റംബറിലെ അൽ അറബ് മാസിക പുസ്തകം 27-1-2 നോക്കുക.